ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മെയ്ഡ് ബൈ ശോഷന. ഇന്ന് നമുക്ക് ഞങ്ങൾ കോട്ടയംകാരെങ്ങനെ മീൻകറി വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്: ഏതെങ്കിലും ഫിഷ് എടുക്കുക. ഇതിപ്പോൾ 1 കിലോ തളമോദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഗാർലിക് ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, ഉള്ളി ഒരു 6 എണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 6 ടേബിൾ സ്പൂൺ, ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തത് ഒരു 4-5 എണ്ണം. ഇനി നമ്മൾ ചട്ടി സ്റ്റൗവിൽ വെച്ച് ചട്ടി ചൂടാകട്ടെ. ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വന്നു കഴിയുമ്പം കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും ഒരു 2 പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി ഇഞ്ചി മൂത്ത് വരുമ്പോഴേക്ക് ഒരിതൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിച്ചതും 3 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇവിടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ശേഷം ഇളക്കി കൊടുക്കുക. തീ കുറച്ചിടണം, മുളക് കരിഞ്ഞു പോകാതെ. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കരിഞ്ഞു പോകാതെ എണ്ണ തെളിയുന്നിട വരെ ഈ മുളക് പൊടി ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴേക്ക് എണ്ണ തെളിഞ്ഞ് വരുന്ന കാണാം. ആ തെളിഞ്ഞ് വരുമ്പം വീണ്ടും നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചാറ് വേണ്ട അനുസരിച്ച് മീൻകറിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. തീ കൂട്ടിയിട്ട് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരു തരി മുന്നോട്ട് നിൽക്കണം. മീൻകറി ആയിക്കഴിയുമ്പോൾ മീനിലേക്കും കൂടെ ഉപ്പ് പിടിച്ച് കഴിയുമ്പം പാകത്തിനാവും. ഒരു തരി മുന്നോട്ട് നിൽക്കത്തക്ക രീതിയിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അടച്ചു വെക്കുക. ഒന്ന് തിളച്ച് തുടങ്ങട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടച്ചു വെക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെക്കുക. അവിടെ ഇരുന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കണം. ഒന്ന് അടിയൊന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കുക. അടയ്ക്കുമ്പോൾ ഒരു ശകലം ഗ്യാപ്പ് ഇട്ട് അടപ്പ് തുറന്ന് അടച്ചു വയ്ക്കുക. ഇടയ്ക്കൊന്ന് നോക്കി ഒന്ന് ചുറ്റിച്ച് അടി അനക്കി ഒന്ന് ചുറ്റിച്ച് വെക്കുന്നത് നല്ലതാണ്. അടിക്ക് പിടിക്കാതിരിക്കും. ഇപ്പം നമ്മുടെ മീൻകറി പറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കപ്പയുടെ കൂടെ ഇത് സെർവ് ചെയ്യാൻ നല്ല ബെസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഡു വാച്ച് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.